അതുപോലെ തന്നെ അവർ റാമല്ലിൽ നിന്ന് പുറപ്പെട്ട് ഹൈഫ എത്തുന്നത് വരെയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ. അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യുദ്ധത്തെക്കുറിച്ചും വെടിനിർത്തലിനെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെയുള്ള ഫർണിച്ചറുകളും മറ്റും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സൈനികരെക്കുറിച്ചും എല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈഫ എത്തുന്നതോട് കൂടിയിട്ട് അവർ രണ്ടാളുകളും വല്ലാണ്ട് നിശബ്ദതയിലാണ്ട് പോവുകയാണ്. ഈ നോവലിൻ്റെ പല ഭാഗങ്ങളിലും ആ ഒരു നിശബ്ദത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിശബ്ദത എന്നൊരു എലമെൻറ്റ് വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു നോവലാണല്ലോ. അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? നിശബ്ദത ചില സമയത്ത് അതിഭയാനകമാണ്. ഇതിൽ ഭയാനകത, ആ ഒരു ഭീകരത സൂചിപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും നിശബ്ദത ഉണ്ട്. അതേസമയം വേദനയുടെ അവസാന വാക്കായിട്ട് ഇതിൽ നിശബ്ദതയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതുപോലെ അവർ 20 വർഷത്തോളം ഖൽദൂൻ എന്ന പേര് അതൊരു മൗനമായിട്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. ആ പേര് പറയാതെ ഇനി അത്യാവശ്യ ഘട്ടങ്ങൾ പോലും അവൻ എന്ന് പറഞ്ഞ് അവിടെയും അവർ മൗനം പാലിക്കുന്നുണ്ടെങ്കിലും അത്രയും അതിനെക്കുറിച്ച് സംസാരിക്കാതെ അതും ഒരു നിശബ്ദതയാണ്. പക്ഷെ എങ്കിലും അവർക്കുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ബന്ധം അവർക്ക് നഷ്ടപ്പെടുന്നേ ഇല്ല. അപ്പം ഒരു ബന്ധങ്ങളുടെ തീവ്രതയായിട്ടും ഇതിൽ നിശബ്ദത വരുന്നുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ വേദനയുടെ അവസാന വാക്കും പിന്നെ വേദനയെ കടിച്ചമർത്താനുള്ളൊരു വഴിയും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിശബ്ദതയായിട്ട് വരുന്നുണ്ട്. നിശബ്ദത പല സ്ഥലത്തും, മിറിയമിൻ്റെ നിശബ്ദതയാണെങ്കിലും ഖൽദൂൻ്റെ നിശബ്ദതയാണെങ്കിലും സൊഫിയയുടെയും സായിദിൻ്റെയും എല്ലാവരുടേതും ഒരു നിശബ്ദത പല സ്ഥലങ്ങളിലും ഇതിൽ വരുന്നുണ്ട്. അതിൽ ചിലതിൽ അവരുടെ ഓർമ്മകളുടെ ഭാരം കൊണ്ടാണ്, ചിലത് അവർക്ക് കരഞ്ഞ് കരഞ്ഞ് തളരുന്ന സന്ദർഭങ്ങളിലാണ്. അപ്പം സായിദ് അവർക്ക് തിരിച്ചു പോവാൻ ഒരു വഴിയും ഇല്ലാന്ന് മനസ്സിലായി അബോധാവസ്ഥയിലേക്ക് ചാഞ്ഞ് അവിടെയും നിശബ്ദത അവർ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല തലങ്ങളിലും ഇതിൽ നിശബ്ദത വരുന്നുണ്ട്.